ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് റൈഫിൾ ക്ലബ് ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. കണ്ടു, പടം ക്ലാസ്സാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആഷിഖ് കപൂർ പടമില്ലേ, കണ്ട കൂട്ടർക്കറിയാം. പണ്ടത്തെ ആഷിഖ് കപൂർ പടത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജി മിങ്കിൾ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോയി. ഇതൊരു വിൻറ്റേജ് ലെവലിൽ കാണിക്കുന്ന ഒരു പടം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാംഗ്ലൂർ ബേസ് ഒരു ഗ്യാങ്സ്റ്റർ വാർ, അതാണ് പണ്ടത്തെ ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റൈലിലുള്ള വാർ. അത് ഈ കാലഘട്ടത്തിലൊന്ന് കൊണ്ടുവന്ന് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഓരോ പ്രേക്ഷകർ ഓരോ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങളല്ലേ അത് നമുക്ക് പറയാം. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മോശമില്ല, ഒരു മീഡിയം റേഞ്ചിൽ ഒരു വൺ ടൈം വാച്ച് ഫിലിം തിയേറ്റർ വൈസ്. പിന്നെ ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മളെ മെയിനായിട്ട് അഭിനയിക്കുന്ന വിജയരാഘവൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച, പിന്നെ സുരേഷ്, ഇതിൻ്റെ സുരേഷ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും അവരവരുടെ ലെവലിൽ കണക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ കൈറ്റ്. അവൻ്റെ ആ എൻട്രി സൂപ്പർ, അത് പൊളിച്ചിന്, വേറെ ഒന്നും പറയാനില്ല. കാരണം അന്ത ലെവലിലേക്ക് പടം അത് അത്രയേ ഉള്ളൂ ചങ്ങായി. പക്ഷെ അത് ആ പടത്തിന് ഫുൾ എൻകറേജ് ചെയ്തിന്, ആ പടത്തിനെ ഒന്ന് കയറ്റി വിട്ടിന് ആ ചങ്ങായിൻ്റെ എൻട്രി. അത് ഗ്യാരണ്ടിയാണ് ഗൈസ്. കാരണം അവനതിന് കയറി വരാൻ പോകുന്ന മലയാള സിനിമേൻ്റെ ഒരു വേറൊരു ഐക്കോൺ തന്നെയായിട്ട് വരും. ആൾക്കാർ നല്ല നല്ല ഡയറക്ടർമാരെ കൈമ കിട്ടിയെങ്കിൽ ആ ചങ്ങായി കയറി വരും, ഹനുമാൻ കൈറ്റ്. അത് ഗ്യാരണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം അവരവരുടേതായ ലെവലിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ബാച്ചുലർ പാർട്ടിയുമായിട്ട് ഒരു പടമാണോ ചോദിച്ചാൽ അല്ല, അതും ഇതും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ഉണ്ട്. ബാച്ചുലർ പാർട്ടി നമ്മൾ അമൽ നീരദ് സ്റ്റൈൽ സ്ലോ മോഷൻ, ആ പട്ടക്കം പൊട്ടുമ്പോൾ ഇതിനകത്ത് വെട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വെട്ടി പൊട്ടുമ്പോൾ അന്ത ലെവലാണല്ലോ സ്ലോ മോഷനിൽ. പക്ഷേ അതൊന്നുമില്ല, കറക്റ്റ് പൊട്ടുന്ന പട്ടേന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. തുടക്കം മുതൽ ഇങ്ങനെ ഒട്ടുക്കം വരെ ഇങ്ങനെ വെട്ടി പൊട്ടിക്കൊണ്ടിരിക്കും. അതിൽ പല അർത്ഥങ്ങളും അതിൻ്റെ അകത്ത്. ഇത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെട്ടിയെന്നല്ല ഉദ്ദേശിച്ചതെന്ന് അവർ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്. അതായത് സ്വന്തം ഡീസൻസി കീപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത്. സംഭവം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒച്ചക്കങ്ങ് അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യം സിനിമയല്ലേ. കാരണം അത് ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളുടെ LJPയുടെ പടത്തിലെല്ലാം അങ്ങനെ പറയുന്നുണ്ടോ, ചുരുളിയിലെല്ലാം പച്ച കളക്കി കൊടുക്കുന്നില്ലേ. പക്ഷെ അങ്ങനെ ഇത് സിനിമയല്ലേ, ഇത് എൻ്റർടൈൻമെൻറ്റ്. കാരണം ഇതിനകത്ത് വേറെ അതായത് ഫുൾ വൃത്തികേട് പടമൊന്നും അല്ലല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ലെവലിൽ ഇവർ അത് കീപ്പ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ വേറെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആഷിഖ് കപൂർ പടം നല്ല ലെവലിൽ പണ്ടത്തെ റേഞ്ചിലുള്ള ഒരു ആഷിഖ് കപൂർ പടം ക്ലിയറായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും കൊള്ളാം. പിന്നെ നമ്മൾ സുരേഷ് കൃഷ്ണ അറിയാലോ, കൺസ്പിക്യൂട്ടീവ് സ്റ്റാർ എന്ന് പറഞ്ഞത്, അത് വന്നിട്ട് അവരതായ ലെവലിലെ വന്ന തിയേറ്ററിലെല്ലാം ഒരു കൈമുട്ടലെല്ലാം ഉണ്ട്. കാരണം ഇപ്പം അങ്ങനെയാണല്ലോ ചങ്ങായിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗിരീഷ് പോത്തൻ ആ ചങ്ങായിയാണ് മെയിനായിട്ടുള്ള ഒരു കഥാപാത്രം ഇതിൻ്റെ അകത്ത്. ആ ചങ്ങായിൻ്റെ ലെവലിലുള്ളൊരു സ്റ്റൈലിൽ കൊണ്ടുപോയി ചങ്ങായിൻ്റെ റോള് ഇതിൻ്റെ അകത്ത്. ഗ്യാരണ്ടി ഒന്ന് കണ്ടതിന് തരും. പിന്നെ നമ്മളെ ഇതിൻ്റെ അകത്തുള്ള 2-3 ലേഡീസ് കഥാപാത്രമുണ്ട്, കണ്ടതിനെ തരും. ഞാൻ പേര് പറയുന്നത്, പക്ഷെ അതൊന്നും വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയി. കാരണം അത് ഫുള്ളൊരു ബോർ ഐറ്റമായി തോന്നി. സത്യം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ലേഡീസ് കഥാപാത്രങ്ങളെ ഞാൻ പറയുന്നത്. അതായത് ഫീമെയിൽ അവതരിപ്പിച്ച മെയിൽ കഥാപാത്രങ്ങളല്ല, അവരുടേതായ ലെവലിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. 1 മണിക്കൂറോ 50 മിനിറ്റ് അങ്ങനെ പടമില്ലെങ്കിൽ ശരിക്കും ഒരു ഇൻട്രോ കൊടുക്കാൻ നിന്ന 1 മണിക്കൂറോളം ഈ സ്റ്റാർസ് ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരെ പറ്റി പരിചയപ്പെടുത്തേണ്ടി വരും. കാരണം അത്രയും ആൾക്കാരുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. പക്ഷേ അത്ര ചുരുക്കം സമയമേ ഉള്ളൂ കറക്റ്റ്. പക്ഷേ എന്താ ആരും അങ്ങനെ വെറുപ്പിച്ചിട്ടുമില്ല. വെറുപ്പിക്കലെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. ആ ഒരു ലേഡീസ് കഥാപാത്രങ്ങൾ ഇടയ്ക്ക് ഓരോ ഞാൻ പറഞ്ഞ ആരും പേര് ഞാൻ പറയുന്നില്ല, കണ്ടതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓരോ ലേഡീസെല്ലാം ഓരോ ഫീമെയിൽ കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കാട്ടിയും വലിയ വെടിയായിരുന്നു. ഞാൻ വേറെ ധ്വനിയിലാണ് ഞാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ അകത്ത് ധ്വനികളുണ്ട്. പിന്നെ നല്ല ബ്ലാക്ക് ഹ്യൂമേഴ്സ്, ധ്വനികളിൽ നിന്ന് കാട്ടിയും നല്ലോണം ചെയ്യുന്നത് ബ്ലാക്ക് ഹ്യൂമേഴ്സാണ്. അപ്പോൾ അന്ത ലെവലിലുള്ള ഒരു മോശമില്ലാത്ത ലെവലിലുള്ള ഒരു ആഷിഖ് കപൂർ പടം വൺ ടൈം വാച്ചബിളാണ്. എനിക്ക് ഓക്കെയാണ്.
നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വെച്ചാൽ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ടിൽ ദെൻ ബൈ.